ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ പച്ചക്കറി കൃഷിയും പൂന്തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വീടിൻ്റെ പുറകുവശത്താണ് കേട്ടോ അമ്മ കൃഷികളൊക്കെ നടത്തുന്നത്. ഇത് കോവയ്ക്ക പന്തലാണ്. കോവയ്ക്ക പന്തലിൻ്റെ അടുത്ത് തന്നെ അമ്മ കുമ്പളൻ്റെ വള്ളിയും കൂടി കയറ്റി വിട്ടിട്ടുണ്ട്. അതിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ട്. കോവയ്ക്കയിലൊക്കെ നിറയെ കായ പിടിക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കോവയ്ക്കൊക്കെ കാണാം. വീട്ടിലെ പ്ലാവാണ്. അതിൽ നല്ല മധുരമുള്ള ചക്കയാണ്. ചക്കയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇക്കൊല്ലം. ഇത് പച്ചമുളകാണ്. പച്ചമുളകൊക്കെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞു എന്ന് അമ്മ പറഞ്ഞു. അമ്മ പിന്നെ പരമാവധി സ്ഥലം യൂട്ടിലൈസ് ചെയ്യുന്ന ആളാണ്. എത്ര കുറച്ച് സ്ഥലമേ ഉള്ളൂ വെച്ചാലും അതിൽ പച്ചക്കറി ആയാലും പൂച്ചെടികളായാലും ഒക്കെ നട്ടുണ്ടാക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണം കിട്ടുന്ന അത്ര ചെടികളാണെങ്കിലും എല്ലാം വെച്ച് പിടിപ്പിക്കും. ഇതിലൊക്കെ നിറയെ മുല്ലയിലൊക്കെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. കണ്ടാൽ വെണ്ടയ്ക്ക ചെടി പോലെ തോന്നും, പക്ഷെ നല്ലൊരു ചുമന്ന കളറിലൊരു പൂവുണ്ടാവുന്ന ചെടിയാണ്. ഇത് പിന്നെ വെള്ളക്കാശിത്തുമ്പ. റോസയിലെല്ലാം പൂ വിരിഞ്ഞ് കൊഴിയാറായി. ഒന്ന് രണ്ടെണ്ണമൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ താഴെ ഒരെണ്ണത്തിൽ മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ നീലശംഖുപുഷ്പം. ചുവന്ന ചീര അമ്മ മുറിച്ചിരിക്കുന്നു. പിന്നെ വഴുതനങ്ങ. മഴ പെയ്തപ്പോൾ എല്ലാത്തിലും പുഴു കയറാനൊക്കെ തുടങ്ങി തോന്നുന്നുണ്ട്. ഇലയൊക്കെ പുഴു തിന്നു പോയിരിക്കുന്നു. ഇത് പിന്നെ മുല്ല പോലുള്ളൊരു ചെടിയാണ്. ഇതിൽ നിറയെ മുല്ല പൂക്കുന്നത് പോലെ എപ്പോഴും അങ്ങനെ പൂവുണ്ടാവും. ഇത് പിന്നെ പപ്പായയിൽ കായൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ട്. ഒന്നും വലുതായിട്ടില്ല, വലുതായി വരുന്നേ ഉള്ളൂ. ഇത് കാശിത്തുമ്പയിലെ വേറൊരു വെറൈറ്റി കളറ്. ഇവിടെ പിന്നെ മത്തൻ്റെ വെള്ളയും കൂടി ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട് മേലോട്ട്. ഇത് പാഷൻ ഫ്രൂട്ട്. ഇത് നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതിൽ പൂവൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ഒപ്പം ഇങ്ങനെ വെട്ടി നിർത്തുന്നതാണ് നല്ല ഭംഗിയാണ്.
ഇത് മുട്ടപ്പഴത്തിൻ്റെ മരമാണ്. ഇതിന് ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അങ്ങനെയാണ് പറയുന്നത്. ഇത് പിന്നെ നമ്മുടെ സ്വന്തം കാന്താരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.